പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 24 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തും. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആമേൻ, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് കർത്താവിനോട് പറ, കർത്താവ് ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകുന്നു. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. സങ്കീർത്തനക്കാരൻ 63 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ, അങ്ങൻ്റെ ദൈവം അധികാരത്ത് ഞാൻ കർത്താവിനെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം കർത്താവിനായി കാംക്ഷിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാൽ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തന്ന ഈ വലിയ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഏത് സമയത്ത് ഈ ശബ്ദം കേട്ടാലും കർത്താവെ, ഇന്നത്തെ പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക ഫേവർ ഉണ്ടാകണമേ. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ആമേൻ, ഞങ്ങൾ ബാക്ക് പെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏത് തരത്തിലുള്ള ബാക്ക് പെയിൻ ആണെങ്കിലും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ബാക്ക് പെയിൻ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ആമേൻ കാലിലേക്കുള്ള വേദനകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ആ തലയുടെ കഴുത്ത് മുതൽ താഴോട്ട് നട്ടെല്ലുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ആരോഗ്യവും ദീർഘായുസ്സും യേശുവിൻ നാമത്തിൽ ഇവർക്കുണ്ടാകട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, എല്ലാ ഫൈനാൻഷ്യൽ നീഡ്സിൻ്റെ മേലും കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകണം. കർത്താവെ, അത് ഇന്ന് പകൽക്കാലം അവർക്ക് ആവശ്യമായത് എന്താണെങ്കിലും അതിന്മേൽ ദൈവപ്രവൃത്തി നടക്കാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അവരുടെ ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ, ബില്ലടയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കർത്താവ് കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th and 12th ബോർഡ് എക്സാംസ് നടക്കുന്നല്ലോ. കർത്താവിൻ്റെ സ്പെഷ്യൽ ഗ്രേസ്, പ്രത്യേക ഫേവർ ഉണ്ടാകണം. കർത്താവിനെ കരുതണം, അങ്ങ് അത്ഭുതം ചെയ്യണം. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ശുശ്രൂഷയിലായിരിക്കുന്ന, ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അങ്ങ് പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെയിരിക്കണം. എല്ലാ തരത്തിലുള്ള ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, നമ്മുടെ ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ദൈവിക സാന്നിധ്യവും കൃപയും വ്യാപരിച്ചതിന് നന്ദി പറയും. നാളത്തെ മീറ്റിങ്ങിനായിട്ടും കർത്താവിന് സ്തോത്രം. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്നലെ കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. നിങ്ങൾ ഇന്നലെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ച നാളെ രാത്രിയിലും നമുക്ക് ഇതേ സമയം, രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ ഇതുവരെയും പങ്കെടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ നാളെ നിങ്ങൾ പങ്കെടുക്കണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ശ്രദ്ധിക്കാം, ഫിലിപ്പിയ ലേഖനം നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ് ഇന്ന് വായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വെരി ഗുഡ്. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഡിവൈൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ദൈവിക സഹായം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ സഹായം നമുക്ക് അവൈലബിളാണ്. കർത്താവ് നമ്മളെ സഹായിക്കുവാൻ അവൻ്റെ കരം നീട്ടി നമ്മളെ സഹായിക്കും. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അതാദ്യമേ നമ്മൾ വിശ്വസിക്കണം. ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ അവൻ ബലഹീനനായിട്ടല്ല ജീവിക്കുന്നത്, അവൻ ദൈവിക സഹായത്താൽ ആണ് ജീവിക്കുന്നത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, കർത്താവ് വേദപുസ്തകത്തിൽ നമ്മൾ ഓരോ മക്കളുടെ ജീവിതം നോക്കുമ്പോഴും അവർക്കെല്ലാം ദൈവിക സഹായം ലഭിച്ചിരുന്നു. ആമേൻ. അപ്പം ദൈവിക സഹായം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുക, ഒരു വഴിയുമില്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് വഴി പറഞ്ഞു കൊടുത്തു. ദൈവിക സഹായം ചെങ്കടലിനെ 2ആയി പിളർന്ന് അതിന് നടുവിലൂടെ അവരെ നടത്തി. യഹോശഫാത്തിൻ്റെ മുമ്പിൽ ശത്രു രാജ്യങ്ങൾ ഒന്നിച്ചണിനിരന്നപ്പോൾ യഹോശഫാത്തും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സഹായം വന്നു, അത്ഭുതം നടന്നു. ഇങ്ങനെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവിക സഹായമുണ്ടായി. അവർ ദൈവിക വിടുതലുകളെ അനുഭവിച്ചു. അപ്പോൾ എന്താണ് ദൈവിക സഹായം ലഭിക്കുവാൻ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവിക ഡിവൈൻ അസിസ്റ്റൻസ് അക്സസിബിളാണ്. എല്ലാ വിഷയത്തിലും നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിലാണെങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കും. ഒരു കുഞ്ഞിനെ തൻ്റെ അപ്പൻ എല്ലാ കാര്യത്തിലും സഹായിക്കുമെങ്കിൽ ഇതുപോലെ സ്വർഗീയ പിതാവ് നമ്മളെ സകല വിഷയങ്ങളിലും സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്നാ നമ്മൾ ചെയ്യേണ്ടത്? കർത്താവ് ലവ് ടു ഹെൽപ്പ് അസ്, എപ്പോഴും നമ്മളെ സഹായിക്കുവാൻ തയ്യാറാണ്. എപ്പോഴും ആ അസിസ്റ്റൻസ്, ആ ഹെൽപ്പ് നമുക്ക് അവൈലബിളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. അതാ പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാത്തിനും അങ്ങ് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, അതിന്മേൽ ഞാൻ അങ്ങയുടെ സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അപ്പം സന്തോഷിക്കുന്നു. അപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും, അപ്പം എൻ്റെ ഇന്ന കാര്യം എനിക്കുണ്ട്, അപ്പം എന്നെ സഹായിക്കണമെന്ന് പറയുന്നത് പോലെ നമ്മൾ പിതാവിനോട് പറയുമ്പോൾ പിതാവ് സന്തോഷിക്കുന്നു. അപ്പയ്ക്ക് സന്തോഷമാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്. അപ്പം ചോദിക്കുക. 2, വിശ്വസിക്കുക. അപ്പം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ ആദരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം, കർത്താവ് എന്നെ സഹായിക്കും. ഈ വിഷയത്തിൽ നമുക്ക് ദൈവിക സഹായം ലഭിക്കും. കുടുംബമായിട്ടൊരു വിഷയം പ്രാർത്ഥിച്ചെങ്കിൽ കുടുംബമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് പറയണം, കർത്താവ് നമ്മളെ സഹായിക്കും. ഭാര്യ ഭർത്താവിനോട് പറയണം, കർത്താവ് നമ്മളെ സഹായിക്കും. ഭർത്താവ് ഭാര്യയോട് പറയണം, കർത്താവ് നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളോട് പറയണം, കർത്താവ് നമ്മളെ സഹായിക്കും. ആമേൻ. വിശ്വസിക്കുക. ആമേൻ. ആമേൻ. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, അധരം കൊണ്ട് പറയുക. ഇത് ദൈവിക സഹായത്തെ നമുക്ക് ആക്സസ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ ആക്സിലറേറ്റ് ചെയ്യാനുമുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ വേദോസം നോക്കുമ്പോൾ എല്ലാവരും ദൈവിക സഹായം ലഭിച്ചു. ഏത് വിഷയത്തിലും. ഇപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം സഹായിച്ചു. അപ്പുറത്ത് ദൈവസഭയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിക്കുക. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ബലഹീനരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ബലഹീനതയുടെ മുമ്പിൽ മുട്ടുമടക്കുക. കർത്താവിനെ കർത്താവ് പറഞ്ഞ് എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏത് വിഷയം വന്നാലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കാനാണ് കർത്താവ് പറഞ്ഞു. ഞാൻ ഉത്തരമല്ലാമെന്നാണ് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് എന്ത് ലഭിക്കും? ഡിവൈൻ അസിസ്റ്റൻസ് ലഭിക്കും. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമാണോ, നിങ്ങളുടെ മുട്ടുമടക്ക് വിശ്വാസത്തോടെ മുട്ടുമടക്കണം. കർത്താവേ, ഞാൻ ഈ വിഷയത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് സഹായം തരണമെന്ന് പറയുമ്പോൾ അത് വന്നിട്ട് കഴിഞ്ഞു, അത് പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നീ എന്നാ ചെയ്യണം? വിശ്വസിക്കണം. എനിക്ക് ദൈവിക സഹായം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. കർത്താവ് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ബലഹീനരായി ജീവിപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്.
ആഗ്രഹിക്കുന്നത് തുണയില്ലാത്തവരായി ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവിക സഹായം ലഭിച്ച് ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പ്രവൃത്തി കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. അവൻ ദൈവിക സഹായം ലഭിച്ച് അസാധാരണക്കാരായി ഈ ഭൂമിയിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. അതുകൊണ്ട് എന്താ പറഞ്ഞേ, ഡിവൈൻ അസിസ്റ്റൻസ് അവൈലബിൾ ആണ്. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, ഏറ്റുപറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അസാധാരണ സഹായങ്ങൾ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.